ഹലോ നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇന്ന് നമ്മൾ പൊങ്കൽ സ്പെഷ്യൽ ചക്കര പൊങ്കലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണ്. ഇനി അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പൊങ്കൽ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ആദ്യം ഒന്ന് പാനിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. നല്ലൊരു മണം വരുന്നത് വരെ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പൊങ്കൽ ഉണ്ടാക്കാനായിട്ട് പച്ചരിയാണ് വേണ്ടത്. ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ചെറുപയർ പരിപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 3-4 പ്രാവശ്യം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ 2 നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു റേഷ്യോ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേഞ്ച് ചെയ്യാവുന്നതാണ്. എല്ലാം നന്നായിട്ട് കഴുകി കുക്കറിലിട്ടതിന് ശേഷം ഞാനിതിലേക്ക് 5 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. പാലുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 1 കപ്പ് പാൽ കൂടെ ചേർക്കാവുന്നതാണ്. പാൽ ചേർത്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് കുക്കർ അടച്ചതിന് ശേഷം ഒരു 3 വിസിൽ വരെ വേവിക്കാൻ വെക്കാം. 2 നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് സ്വീറ്റ് പൊങ്കലിലേക്ക് ചേർക്കാൻ ആവശ്യമായ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 2 കപ്പ് ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. ഒരു 1/2 ഗ്ലാസ് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഉരുക്കിയെടുക്കുവാണ്. ശർക്കര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കുക്കറിലെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. പച്ചരിയും പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കര അരിച്ച് ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് 2 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുവാണ്. നെയ്യ് ചേർത്ത ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. കൂടെ 1 സ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്തിടാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുന്തിരി ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കണം. കാഷ്യൂസ് എല്ലാം ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് പൊങ്കലിലേക്ക് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ചക്കര പൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദത്തിൻ്റെ ആ ഒരു ടേസ്റ്റാണ്. എല്ലാ കുട്ടികളും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്നൊരു റെസിപ്പിയാണ്. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പൊങ്കൽ ആശംസകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.